അങ്ങനെ IPL ആരംഭിക്കുന്നു. ഇത്തവണ കളിക്ക് മുമ്പുള്ള നമ്മുടെ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. ഓരോ റൗണ്ടിന് ശേഷവും നമ്മൾ ഈ പവർ റാങ്കിങ് പുതുക്കുന്നതുമായിരിക്കും. പവർ റാങ്കിങ്ങിൽ ഏറ്റവും താഴെ 10ാം സ്ഥാനം കൊടുക്കുന്ന ടീമിന് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത എന്നാണ് അർത്ഥമാക്കുന്നത്. സ്ഥിരമായിട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മുടെ പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമത്. ഏതായാലും 10ാം സ്ഥാനത്ത് ഇത്തവണ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നമ്മൾ കാണുന്നത് ലക്നൗ സൂപ്പർ ജയൻസിലാണ്. അവർക്ക് ബൗളിങ്ങിലൊക്കെ പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. രാജസ്ഥാൻ റോയൽസിനാണ് നമ്മൾ 9ാം സ്ഥാനം കൊടുക്കുന്നത്. ടീമിൻ്റെ ബാലൻസിൽ ചെറിയ സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ ജോസ് ബട്ട്ലറുടെ പോക്ക് ഒരു വലിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 8ാം സ്ഥാനത്താണ് നമ്മൾ GTയെ പ്രതിഷ്ഠിക്കുന്നത്. ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും കിടിലൻ പ്രകടനം നടത്തിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 7ാം സ്ഥാനത്താണ് CSK. 7ആണല്ലോ MSTയുടെ നമ്പർ, അതുകൊണ്ടല്ല 7ാം സ്ഥാനം കൊടുത്തത്. ഏതായാലും നിലവിൽ നമ്മൾ അവർക്ക് 7ാം സ്ഥാനം കൊടുക്കുന്നു. ബാക്കി അവരുടെ കളി കണ്ടിട്ട് എങ്ങനെയാണെന്ന് വിലയിരുത്തിയിട്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ആവറേജ് ടീമാണ്. പക്ഷേ ഏത് ആവറേജ് ടീമിനെയും തലയിലെ തന്ത്രങ്ങൾ കൊണ്ട് അവർ മാറ്റിമറിക്കാറുണ്ട്. ആ മാജിക്ക് ഇത്തവണയും ഉണ്ടാകുമോ കാത്തിരുത്ത് കാണാം. 6ാം സ്ഥാനത്താണ് നമ്മൾ DCയെ പ്രതിഷ്ഠിക്കുന്നത്. പുതിയ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ്. ജേക്ക് ഫ്രേസർ മക്കാർക്കും ഫഫ് ഡു പ്ലസിയും ഒക്കെ ചേരുന്ന മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പും അവർക്കുണ്ട്. KL രാഹുൽ അവർക്ക് ആങ്കറായിട്ട് നിൽക്കാനുണ്ട്. എന്തായാലും DCക്ക് നമ്മൾ 6ാം സ്ഥാനം കൊടുക്കുമ്പോൾ 5ാം സ്ഥാനമാണ് RCBക്ക് കൊടുക്കുന്നത്. പുതിയ ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ കീഴിൽ ആ കിരീടം അവർ നേടുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ടീമിൽ വലിയ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഫലിക്കുമോ എന്ന് കണ്ടറിയണം. കിങ് കോഹ്ലിയുടെ RCB ഇത്തവണയെങ്കിലും ഈ സലയെങ്കിലും ആ കിരീടം നേടുമോ? 4ാം സ്ഥാനത്താണ് SRH. അൾട്രാ അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിൽ ആരാധകരുടെ ഹൃദയത്തിലേക്ക് അവർ ഇടം പിടിച്ചിട്ടുള്ളതാണ്. അതേ ഫിലോസഫിയുമായിട്ട് അവർ വരുന്നു. അവിടെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഹെൻറിക് ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെയുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇഷാൻ കിഷനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പോരെ പൂരം. എന്തായാലും ഇത്തവണയും അവർ അതേ ക്രിക്കറ്റ് കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 4ാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവരുള്ളതെങ്കിൽ 3ാം സ്ഥാനത്ത് KKR. കഴിഞ്ഞ തവണത്തെ നായകൻ പോയി, അവരുടെ മെൻറ്ററായിരുന്ന ഗംഭീർ പോയി. പക്ഷേ പുതിയ മെൻറ്റർ ബ്രാവോ മോശക്കാരനല്ല. രഹാനെയെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് സുനിൽ നാരായണും ആന്ദ്രെ റസലും റിങ്കു സിംഗും ഒക്കെ അവിടെ തന്നെയുണ്ട്. സോ ഇത്തവണയും കിരീടത്തിലേക്ക് പോകാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് KKR. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 3ാമത് അവർ വരുമ്പോൾ 2ാമതാണ് മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് അതേ കോർ തന്നെയാണ് ഈ ടീമിന് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ കിടിലൻ ടീമായി വന്നിട്ടും അത് ക്ലിക്കായില്ല. അതിന് കാരണം ക്യാപ്റ്റൻസിയിലെ മാറ്റവും ആരാധകരുടെ എതിർപ്പ്, ക്യാപ്റ്റനെ നേരിട്ട് ഗ്രൗണ്ടിൽ അനുഭവിക്കേണ്ടി വന്നതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് മാറിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ വീണ്ടും ആരാധകർ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. രോഹിത്തും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ ചേരുന്ന ടീമിൽ ട്രെൻറ്റ് ബോൾട്ട്, അതുപോലെ ദീപക് ചാഹർ തുടങ്ങിയ ബോളർമാരുണ്ട്. ജസ്പ്രീത് ബുംറയുടെ പരിക്ക് അവർക്ക് തുടക്കത്തിലൊരു പ്രശ്നമാകുമെങ്കിലും അദ്ദേഹം തിരികെ വന്നാൽ ആ പ്രശ്നവും അങ്ങ് തീരും. ഇത്തവണ അവർ വലിയ രൂപത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2ാം സ്ഥാനത്താണ് MI എങ്കിൽ 1ാമത് PBKS. ഇത്തവണത്തെ വെടിച്ചില്ലി ടീമെന്ന് നമ്മൾ വിലയിരുത്തുന്നത് PBKSനെയാണ്. അതിനു വേണ്ടി തന്നെയാണ് അവർ ഓപ്ഷനിൽ ശ്രേയസ് അയ്യരെ കൊണ്ടുവന്നത്. ഗ്ലെൻ മാക്സ്വെല്ലും സ്റ്റോയിനിസും ഇംഗ്ലീഷും ഒക്കെ അടങ്ങുന്ന ഒരു ഓസീസ് നിര അവർക്കുണ്ട്. മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ഇത്തവണ PBKS വരുന്നത്. അവർ കിരീടത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.